ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ സൂപ്പിനുള്ള സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചേക്കുന്നത് ഈ ചിക്കൻ്റെ ഒരു ഫ്ലേവറിലുള്ള സ്റ്റോക്കാണ്. ജസ്റ്റ് വെള്ളത്തിനകത്തിട്ടൊന്ന് തിളപ്പിച്ചു. പിന്നെ ഞാൻ ചിക്കനും ഇതിനകത്തിട്ട് തന്നെയാണ് ഒന്ന് വേവിച്ചെടുത്തത്. ബോയിൽ ചെയ്ത ചിക്കന് ഞാൻ ഇതുപോലെ ചൂടാറിയതിന് ശേഷം ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചു, ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേണ്ടുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാബേജും ബീൻസും ക്യാരറ്റും ആണ്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒന്ന് സോട്ട് ചെയ്യാൻ എടുക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബാണ്. പിന്നെ ഇത് ജിഞ്ചറും ഗാർലിക്കും ഉണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാനിനകത്തോട്ട് ഇഷ്ടമുള്ള ഒരു ഓയിൽ, ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ട് ആദ്യത്തെ ആ ഫ്യൂ തിങ്സ് ലൈക്ക് ജിഞ്ചർ ഗാർലിക്കും പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബും പിന്നെ ഗ്രീൻ ചില്ലിയും കൂടെ ഞാനൊന്ന് സോട്ട് ചെയ്തെടുക്കും. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് ഇടുക കേട്ടോ. നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ് ഇടാം. തീ ഒന്ന് കുറച്ച് വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്നിടാം. ഇതൊന്ന് ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്യണേ. ഇത് നമ്മളൊരു ചൈനീസ് സ്റ്റൈലിലാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ വെജിറ്റബിൾസ് ഒരു 5 to 10 minutes ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ ഇതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ കോണും സ്വീറ്റ് കോണും പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ റെസ്റ്റ് സ്റ്റെമ്പിൻ്റെ ഭാഗവും ഇടുകയാണേ. നമുക്ക് വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസ്, അല്ലാതെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ടോളൂ. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. ഇത് ഒരു 2 minutes ഒന്ന് സോട്ട് ചെയ്യാമേ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഈ പറയുന്ന ഹോട്ട് ചില്ലി സോസ് ഇടുകയാണേ. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടുകൊണ്ട് കുറച്ച് എരിവുണ്ടായിരിക്കും. ഇതിപ്പോൾ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഹോട്ട് ചില്ലി സോസും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനീഗറും ഒഴിക്കും കേട്ടോ. ഓക്കെ, ഇതിന് ശേഷം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എടുക്കുകയാണേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിന് സ്റ്റോക്ക് ഒഴിക്കാമേ. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇത് നമുക്ക് ഇച്ചിരി ഏറെയുള്ള വെജിറ്റബിൾസ് ഇച്ചിരി ഏറെ ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇതിൻ്റെ കൂടെ നമ്മളിപ്പം ലൈറ്റ് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇതിനൊത്തിരി ഫ്ലേവർ ഉണ്ട്. ലൈറ്റ് വണ്ണാകുമ്പം കളറും കുറവാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ടിടണേ, കാരണം ചിക്കൻ്റെ സ്റ്റോക്കിനകത്ത് കുറച്ച് ഉപ്പ് കാണും. അപ്പം വേണ്ടിയവർക്ക് കുറച്ചുകൂടി ഉപ്പിടാം, ഇല്ലാന്ന് ഉപ്പ് കുറവുള്ളവർക്ക് ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ അപ്പം നമ്മുടെ സൂപ്പ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. വരുന്നില്ലല്ലോ, അയ്യോ. ഓക്കെ, നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗുണ്ട്. അത് സ്ലോലി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് സ്റ്റെയർ ചെയ്ത് വേണം കൊടുക്കാൻ. ഇളക്കിയിട്ട് വേണം ബീറ്റൻ എഗ്ഗ് നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഓക്കെ,
ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് നമ്മൾ എഗ്ഗ് ബീറ്റൻ ചെയ്തിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ബോയിലായിട്ടുണ്ട്. നമുക്ക് പതുക്കെ എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് ഒഴിക്കും തോറും നമ്മൾ ഒന്ന് സ്റ്റെയർ ചെയ്തും കൂടെ കൊടുക്കണം. അപ്പോൾ എഗ്ഗിൻ്റെ ആ വൈറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയേക്കും കേട്ടോ. സ്റ്റെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ വൈറ്റ് ആയിട്ട് വരുന്നില്ല, എഗ്ഗ് ഒന്ന് കുക്കായതാണ്. ഓക്കെ, നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ട് അതിനകത്ത് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസോൾവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സൂപ്പിന് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് സ്റ്റെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫുൾ ഒഴിച്ചിട്ട് ഞാനൊന്ന് സ്റ്റെയർ ചെയ്ത് കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് തിക്കായിട്ടും വരും. അത്രയേ ഉള്ളൂ. ഇതൊന്ന് കുറച്ചൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. സൂപ്പൊന്ന് തിക്കായതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ ദെൻ, താങ്ക് യു, ബൈ.